അടുത്ത ആഴ്ച ഒരു ബ്രഹ്മാണ്ഡ സിനിമ എത്തുവാണ്. അടുത്ത ആഴ്ച 3 ഒന്ന് ലാലേട്ടൻ്റെ നേര്, പിന്നെ ഷാറുഖ് ഖാൻ്റെ പടം, പിന്നെ സലാർ ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് കൊടുക്കാൻ പോകുന്ന പൃഥ്വിരാജിനാണ്. പൃഥ്വിരാജ് ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ ആവാൻ സാധ്യതയുണ്ട്. പിന്നെ പ്രഭാസിൻ്റെ തിരിച്ചറിവായിരിക്കും. KGF 2 ഡയറ്റിൻ്റെ ആളാണല്ലോ, അതുകൊണ്ട് നല്ലൊരു പടം സാധ്യതയുണ്ട്. ഭയങ്കര ഹിറ്റാൻ സാധ്യതയുണ്ട്. ഈ വർഷം അവസാനം കൊണ്ട് വന്ന് എല്ലാ റെക്കോർഡും പൊട്ടിക്കാൻ സാധ്യതയുണ്ട്. ജയിലറിൻ്റെയും ലിയോയുടെയും. പൃഥ്വിരാജ് വളരെ ബെനിഫിറ്റ് ആയിരിക്കും. പ്രഭാസ് സംബന്ധിച്ചാൽ വളരെ നിർണായക പടമാണ്. കാരണം കുറേ പടം പുള്ളിൽ പൊളിഞ്ഞു, ഇത് ഹിറ്റായേ പറ്റൂ. പിന്നെ ഡയറക്റ്റ് ഉയർന്നാണല്ലോ. ഞാൻ ട്രെയിലർ കണ്ടപ്പോൾ ഒരു ഹോളിവുഡ് സ്റ്റൈലാണ് കണ്ടത്. KGF വെട്ടിക്കുന്നതായിരിക്കും. ഡിസംബർ അവസാനം വന്ന് തകർക്കും. നോക്കിക്കോ, ജയിലറിനെയും ലിയോനെ എല്ലായിടത്തും വിഴുങ്ങും. പൃഥ്വിരാജ് ഫാൻസിന് ഭയങ്കര ഇതായിരിക്കും. എല്ലാം കൊണ്ട് നല്ലൊരു മാസ് ഫിലിമായിരിക്കും. ഒരു റോക്കി ബാഡർ ക്യാമിയോ റോളൊക്കെ പറയുന്നുണ്ട്. അതുണ്ടാവുമായിരിക്കും. എൻ്റെ ഡയറക്ടർ അതാണല്ലോ, KGF ഡയറക്ടർ ആളാണല്ലോ. നല്ല ഉഗ്രം പടമായിരിക്കും. ഇങ്ങനത്തെ വലിയ പടങ്ങൾ വേണം, എന്നാലേ ബോക്സ് ഓഫീസ് വിജയം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ പടങ്ങളാണ് കൂടുതൽ ഓടുന്നത്, മാസ് പടങ്ങൾ. പൃഥ്വിരാജിനെ സംബന്ധിച്ചോളം വളരെ ഇമ്പോർട്ടൻ്റാണ്. പ്രഭാസിനെ സംബന്ധിച്ചോളം നല്ല ഡയറക്ഷനായിരിക്കും. എല്ലാം കൊണ്ട് നല്ല മൂവിയായിരിക്കും. സ്റ്റിഫ് കോമ്പറ്റീഷനാണ്, നേരിടുന്ന ഭയങ്കര കോമ്പറ്റീഷനാണ് ഇത്. നേരിടുന്നു. ഷാറുഖ് ഖാൻ്റെ പടമല്ലേ ആര് പറഞ്ഞു ടിക്കറ്റ് വിറ്റ് പോകുന്നില്ല. ഈ സലാർ കാരണം ടിക്കറ്റ് ഡേറ്റ് മാറ്റണമെങ്കിൽ പറയേണ്ടതാണ്. ഭയങ്കര ഒന്നാണ് പൃഥ്വിരാജ്, പിന്നെ KGF ഡയറക്ടറാണ്. വൻ പ്രതീക്ഷയാണ്. അതുകൊണ്ട് നേരിലെ കുറച്ച് മാറ്റി റിലീസ് ചെയ്യാൻ മതിയെന്ന് തോന്നും. അല്ലെങ്കിൽ ഇതിൽ വീണു പോകുമെന്ന് അറിയില്ല. ക്ലിക്കാകും. അത് ലാലേട്ടൻ പടമായതുകൊണ്ട്. പക്ഷേ ഇതിൻ്റെ ഒപ്പം ഇത് നന്നായിട്ട് വരികയാണെങ്കിൽ ഭയങ്കര ഹിറ്റായിരിക്കും. പിടിച്ചു നിൽക്കാൻ പറ്റില്ല, നമുക്ക് നിർത്താൻ പറ്റില്ല. നമ്മുടെ കയ്യിൽ വിട്ടു പോകും. ഭയങ്കര ഹിറ്റായിരിക്കും, ഉറപ്പാണ്. പ്രഭാസ് ഫാൻസുകാർക്കും പൃഥ്വിരാജ് ഫാൻസുകാർക്കും ആ ദിവസം ആഘോഷിക്കാം. പ്രഭാസിൻ്റെ തിരിച്ചു വരവും പൃഥ്വിരാജ് പാൻ ഇന്ത്യൻ സ്റ്റാറായിട്ട് മാറും. പൃഥ്വിരാജ് അല്ലെങ്കിൽ ഒരു മലയാളം സിനിമ അല്ലെങ്കിൽ ഏത് സിനിമയെ ഒരു ഗ്ലോബൽ ലെവലിൽ എത്തിക്കണമെന്നുണ്ട്. അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണിത്. ഇവിടെ വന്ന് കളക്ഷൻ നേടിയ എല്ലാ പടത്തിലും ഓരോ മലയാളി താരങ്ങളുണ്ട്. ജയിലറാണേലും അതിൽ കൂടുതലും അതവരൊരു മാർക്കറ്റിംഗ് ടെക്നിക്കാണ്. എല്ലാവരുടെയും സപ്പോർട്ട്. ഇപ്പോൾ ജയിലറിൽ ലാലേട്ടൻ വന്നു, പല ആൾക്കാരും വന്നല്ലോ. അതൊരു മാർക്കറ്റിംഗ് ടെക്നിക്ക്. ഇപ്പോൾ ജവാനാണെങ്കിൽ തമിഴും ഹിന്ദി ഓഡിയൻസാണ്. അല്ല, മാർക്കറ്റിംഗ് ടെക്നിക്കാണ്. ഇത്രയും ഇതിന് ഹൈപ്പ് കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല. കാരണം ബിഗ് ബഡ്ജറ്റ് പടങ്ങൾ ഹൈപ്പ് കൊടുക്കണം. കാരണം 1300 കളക്ഷൻ കിട്ടിയില്ലെങ്കിൽ പടം ഇങ്ങനെ മോശമായിപ്പിക്കുക കഴിഞ്ഞാൽ പ്രൊഡ്യൂസറിന് ചിലവാക്കി കാശ് കിട്ടണമല്ലോ, അത് കിട്ടാതെ പോകും. അതുകൊണ്ടാണ് ബിഗ് ബഡ്ജറ്റ് പടങ്ങൾ ഹൈപ്പ് കൊടുക്കുന്നത്. ചെറിയ പടങ്ങൾക്ക് ഹൈപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ മമ്മൂക്കയുടെ ഇനി ഇപ്പോൾ ടർബോയിൽ ഭയങ്കര ഹൈപ്പ് കൊടുക്കണം. കാരണം മാസ് മസാല മൂവിയാണ്. ഈ ക്ലാസ് മൂവീസിന് ഹൈപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്തായാലും നല്ല അടുത്ത ആഴ്ച തകർക്കാം. നേര് ഷാറുഖ് ഖാൻ്റെ പടം ഓൺലൈൻ മീഡിയക്കാർക്ക് നല്ല ചാകരയാണ്. ഓൺലൈൻ മീഡിയക്കാർ തകർക്കും അടുത്ത ആഴ്ച. ഓക്കെ.